ഭൂമിയിലെ വൈകുണ്ഠം എന്ന് വിളിപ്പേരുണ്ട് ഗുരുവായൂരിന്. ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഗുരുവായൂരപ്പനും ഗുരുവായൂർ കണ്ണനുമായി ഭഗവാൻ വാഴുന്ന ഇടം. ഗുരുവായൂരിൽ ഭഗവാൻ പല രൂപങ്ങളിലും ഇരിക്കുന്നുവെന്നതാണ് വാസ്തവം. ക്ഷേത്ര ദർശനം നടത്തുന്ന പലർക്കും ഇക്കാര്യം അറിയില്ല. ഈ വ്യത്യസ്ത രൂപങ്ങൾ ദർശിച്ചാൽ വ്യത്യസ്ത ഫലങ്ങളും ലഭിക്കും. രാവിലെ 3-ന് നിർമ്മാല്യ ദർശനത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ രാത്രിയിൽ 9:15 വരെ ഉണ്ടാകും. അവസാന ചടങ്ങായ തൃപ്പുകയ്ക്ക് ശേഷം ഓലവായന എന്ന ചടങ്ങോടെയാണ് ദിവസം അവസാനിക്കുന്നത്. തൃപ്പുക കഴിഞ്ഞ് നടയടച്ചാലും വഴിപാട് രൂപത്തിൽ കൃഷ്ണനാട്ടം അവതരണവും ഉണ്ടാകും. ഓരോരോ നേരത്തെ ഭഗവാന്റെ രൂപവും ഇത് നൽകുന്ന ദർശന ഫലങ്ങളും അറിയാം. നിർമ്മാല്യത്തോടെയാണ് ക്ഷേത്ര ദർശനം ആരംഭിക്കുക. ഭഗവാന്റെ നിർമ്മാല്യ ദർശനം പാപങ്ങൾ അകറ്റാൻ ഏറെ വിശേഷമാണ്. ഈ സമയത്ത് വിശ്വരൂപത്തിലാണ് ഭഗവാൻ ദർശനം നൽകുന്നത്. വാതരോഗാഗ്നൻ. തൈലാഭിഷേക സമയത്ത് വാതരോഗാഗ്നൻ എന്ന രൂപത്തിലാണ് ഭഗവത് ദർശനം. ഈ സമയത്തെ ദർശനം രോഗങ്ങൾ അകറ്റാൻ അത്യുത്തമമാണ്. വാഗചാർത്ത് സമയത്ത് ഗോകുലനാഥൻ എന്ന രൂപത്തിലാണ് ഭഗവാൻ ദർശനം നൽകുന്നത്. ഇത് അരിഷ്ടതകൾ മാറാൻ നല്ലത് എന്നാണ് വിശ്വാസം. ശംഖാഭിഷേക സമയത്ത് സന്താന ഗോപാലൻ എന്ന രൂപത്തിലാണ് ദർശന പുണ്യം ലഭിക്കുന്നത്. ഈ ദർശനം ധനാഗമത്തിന് ഏറെ നല്ലതാണ്. ഗോപികാനാഥൻ. ബാലാലങ്കാര രൂപനായി ഗുരുവായൂരപ്പൻ ദർശനം നൽകുന്നത് ഗോപികാനാഥൻ എന്ന പേരിലാണ്. ഈ സമയത്തു ദർശനം സന്താനങ്ങൾക്കുള്ള അരിഷ്ടതകൾ മാറാൻ ഏറെ നല്ലതാണ്. പാലാഭിഷേക സമയത്ത് യശോദാബാലനായാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഇത് ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. നവകാഭിഷേക സമയത്ത് വനമാല കൃഷ്ണനായാണ് അവതാരം. ഐശ്വര്യദായകമായാണ് ഈ ദർശനം നടക്കുന്നത്. ഉച്ചപൂജയ്ക്ക് ഭഗവാൻ സർവലങ്കാര ഭൂഷണനായാണ് ദർശനം നൽകുന്നത്. ഈ രൂപം മനസമാധാനത്തിനും കണ്ണു സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു. സായംകാലത്ത് സർവ മംഗളദായകനാണ്. രാവിലെയും വൈകിട്ടുമുള്ള ശീവേലി ദർശനം കേസ്, വഴക്കുകൾ എന്നിവയിൽ നിന്നും രക്ഷ നൽകുന്നു. ശ്രീഭൂതബലി ദർശനം സന്താന, ധനലക്ഷ്മി എന്നിവയ്ക്കും സഹായിക്കുന്നു. ദീപാരാധനയ്ക്ക് മോഹനസുന്ദരൻ എന്ന രൂപത്തിലാണ് വരുന്നത്. ഈ സമയത്ത് ദർശനം ദാമ്പത്യത്തിനും പ്രണയത്തിനുമെല്ലാം ഗുണകരമായി ഭവിക്കുന്നുവെന്നതാണ് വിശ്വാസം. അത്താഴപൂജയ്ക്ക് വൃന്ദാവന ചരനായാണ് ദർശനം നൽകുന്നത്. ഈ സമയത്ത് ദർശനം ലഭിക്കുന്നത് കീർത്തിക്കും രോഗം മാറാനും ദാരിദ്ര്യമോചനത്തിനുമെല്ലാം ഏറെ നല്ലതാണ്. അവസാനത്തെ രൂപമായ തുപ്പുകയ്ക്ക് ശേഷം ശയനായാണ് ഭഗവാൻ ദർശനം. ഈ സമയത്ത് ദർശനം നേടുന്നത് മോക്ഷം ലഭിക്കുവാൻ സഹായിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.